ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഈവനിങ് വ്ളോഗാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം അമ്മതാ വിറക് വെട്ടി പൊളിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ റിച്ചൂട്ടൻ അവിടെ മുറ്റത്തിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏട്ടൻ അവൻ്റെ കൂടെ ഉണ്ട്. കാരണം അവൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ അവൻ ചിലപ്പോൾ മണ്ണും കല്ലൊക്കെ എടുത്തിട്ട് വയൽ കൊണ്ടുപോയിടും. അപ്പോൾ അത് കാരണം കൊണ്ട് ഏട്ടൻ അവൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ്. പിന്നെ ഞാനിതാ അടുപ്പത്ത് ചായ വെച്ചിട്ടുണ്ട്, ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാസ് കഴിഞ്ഞത് കാരണം കൊണ്ട് അടുപ്പിലാണ് ഇപ്പോൾ എല്ലാം വെക്കുന്നത്. അപ്പം ഞാൻ 4 മണിക്ക് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പാടത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ നമ്മുടെ റീച്ചൂട്ടിന് ബൂസ്റ്റ് ഇട്ടിട്ട് പാലിവിടെ കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കൊടുത്തിട്ട് വേണം നമുക്ക് പാടത്തേക്ക് പോവാൻ. അങ്ങനെ ഞങ്ങളിതാ പാടത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് പാടത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ വരുന്ന വഴിയൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പാടത്തേക്ക് ഇറങ്ങി ഇപ്പോൾ പാടത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നിറയെ ഒരുപാട് കൃഷികളാണ് കേട്ടോ. പച്ചക്കറിയായിട്ടും വാഴയായിട്ടും അങ്ങനെ ഒരുപാട് ധാരാളം കൃഷികളാണ് ഇവിടെ. പിന്നെ നെൽപ്പാടങ്ങളാണ് ഇവിടെ നിറയെ. പിന്നെ എന്താ നമ്മുടെ റീച്ചൂട്ടിനെ കൊണ്ട് ഏട്ടൻ അവിടെ കളിപ്പിക്കുകയാണ്. ഇവിടെ പാടത്ത് നിറയെ വെള്ളമൊക്കെ ഉണ്ട്, കണ്ടില്ലേ? കണ്ടം പൂട്ടിയിട്ട് അവിടെ നിറയെ വെള്ളമൊക്കെ ഉണ്ട്. പിന്നെ ചില കണ്ടത്തിൽ ഞാറ് നട്ടിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഏട്ടൻ റിച്ചൂട്ടനെ കൊണ്ട് കളിപ്പിക്കുകയാണ്. അവനാണെങ്കിൽ വെള്ളം കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മനോഹരമായ ആ ഗ്രാമ കാഴ്ചകൾ. നല്ല പച്ചപ്പ് നിറഞ്ഞ അടിപൊളി മനോഹരമായ ഗ്രാമ കാഴ്ചകളാണ്. വീണ്ടും എന്താ റിച്ചൂട്ടനെ ഏട്ടനോട് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കേണ്ടവർ. അവന് വെള്ളം കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവന് വെള്ളത്തിൽ കുളിപ്പിക്കുകയാണെങ്കിലും അവന് കുളിക്കുമ്പോഴും അവൻ വെള്ളത്തിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ കാണുന്നത് അനങ്ങന്മലയാണ് കേട്ടോ. ഇതാണ് അനങ്ങന്മല എന്ന് പറയുന്നത്. ഇവിടെ നിറയെ ഇവിടെ ആളുകൾ വരുമ്പോഴൊക്കെ പൊതിയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്നതാണ് അനങ്ങന്മല. പിന്നെ അനങ്ങന്മലയുടെ അടുത്തായിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഒക്കെ ഗ്രാമം. പിന്നെ ചില കണ്ടത്തിൽ ഇതാ ഞാറിങ്ങനെ നട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ പുത്തരിച്ചോറ് കൂട്ടിയിട്ടായിരുന്നു കേട്ടോ ഓണം ഉണ്ടിരുന്നത്. ഇപ്രാവശ്യം എന്താ പുത്തരിച്ചോറിനുള്ള വകയൊന്നും ആയിട്ടില്ല. കാരണം എന്താ ഇവിടെ കണ്ടങ്ങളൊക്കെ പൂട്ടിയിട്ട് ഇപ്പോൾ മറ്റേ ഞാറ് നട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ആയി വരുമ്പോഴേക്കും ഓണം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ പണ്ടൊക്കെ ഒരുപാട് കതിരുകൾ പൊട്ടിക്കാനായിട്ടും തുമ്പപ്പൂ പറിക്കാനൊക്കെ ആയിട്ട് പാടത്തൊക്കെ ഒരുപാട് പൂക്കൾ പറിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴൊന്നും കുട്ടികൾ അങ്ങനെ പാടത്ത് വന്നിട്ട് കതിരും ഇവിടെ ഈ ഒരു ഭാഗങ്ങളിലൊന്നും കതിരും കാണുന്നില്ല, തുമ്പയും കാണുന്നില്ല കേട്ടോ. പിന്നെ ഉണ്ടാവും ചില ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കതിരുകളും തുമ്പയൊക്കെ ആയിട്ട് ഉണ്ടാവും. നമ്മളിപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ തുമ്പയും കതിരൊന്നും അങ്ങനെ കാണുന്നില്ല. പിന്നെ ഈ പാടത്തിന് നടുവിൽ കാണുന്ന ആ ഒരു കിണറുണ്ടല്ലോ, ആ ഒരു കിണറ്റിൽ വന്നിട്ട് നമ്മൾ ഒരുപാട് കുളിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടുന്ന് ഒരുപാട് വെള്ളം കൊണ്ടുപോയിട്ടുണ്ട്. അന്നൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഭയങ്കര വെള്ളത്തിന് ക്ഷാമമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഒരുപാട് വെള്ളമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിതാ ഈ കാണുന്നൊരു വെള്ളം വീണൊരു ഇതുണ്ടല്ലോ, ഇതിന് ഞങ്ങൾ കഴായ എന്നാണ് പറയുക. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഇവിടെയും നമ്മളിതുപോലെ ഒരുപാട് കുളിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളത്തിന് ക്ഷാമമുള്ളത് കൊണ്ട് നമ്മൾ ഇവിടെയൊക്കെ വന്നിട്ടാണ് കുളിച്ചിരുന്നുണ്ട് മഴക്കാല ടൈമിലൊക്കെ. പിന്നെ വേനൽക്കാലമായ ഇവിടെ ഒന്നും വെള്ളം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ മഴക്കാല ടൈമിലൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ടൊക്കെയാണ് കുളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് വലിയൊരു കഴായി, നല്ല കുണ്ടുള്ളൊരു കഴായിരുന്നു. ഇവിടെയൊക്കെ ഒരുപാട് കുട്ടിക്കാലത്ത് വന്നിട്ട് ഒരുപാട് നീന്തി കളിച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഇവിടുന്ന് ആ കാണുന്ന ഭാഗങ്ങളിലൊക്കെ ആ കാണുന്ന ഭാഗത്തുള്ള അവിടെ ഒരു വലിയൊരു കഴായ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഞങ്ങൾ ഒരുപാട് വന്നിട്ട് കുളിച്ചിട്ടും ഒക്കെ. ഇവിടെ നിറയെ കഴായകളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കഴായ മാത്രമേ ഉള്ളൂ. അവിടെ ഇപ്പോൾ ആളുകൾ കുളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താണല്ലോ ഞാറൊക്കെ നട്ടിട്ട് ചില കണ്ടങ്ങളിലൊന്നും ഞാറ് നട്ടിട്ടില്ല. പിന്നെ ചില കണ്ടങ്ങളിൽ മാത്രമേ ഇപ്പോൾ ഞാറൊക്കെ നട്ടിട്ടുള്ളൂ, ചിലതൊന്നും പൂട്ടിയിട്ടുമില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ അതിമനോഹരമായിട്ടുള്ള ഗ്രാമം. അപ്പോൾ ഞാൻ ഈ ഗ്രാമത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല അല്ലേ നിങ്ങളോട്. അപ്പോൾ ഈ ഒരു ഗ്രാമത്തിൻ്റെ പേര് പാവുക്കോണം എന്നാണ് കേട്ടോ. പാവുക്കോണം എന്നാണ്. ഒറ്റപ്പാലം താലൂക്കിലെ അനങ്ങനടി പഞ്ചായത്തിൽ പെടുന്ന പാവുക്കോണം എന്നൊരു പ്രദേശത്തിൻ്റെ ഭാഗത്തെ കാഴ്ചകളാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ധാരാളം കൃഷികളാണ് കേട്ടോ. ഇപ്പോൾ നെല്ലായിട്ടും പച്ചക്കറിയായിട്ടും വാഴയായിട്ടും ഒക്കെ ധാരാളം കൃഷിയിടങ്ങളാണ് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ. അപ്പോൾ ഈ കാണുന്നത് വെണ്ടയാണ്. ഇവിടെയൊക്കെ വെണ്ടയായിട്ടും വാഴയായിട്ടും ധാരാളം കൃഷികളുണ്ട്. പിന്നെ വെണ്ടയ്ക്ക ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ.
ഇപ്പോൾ ഒക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഒക്കെ ആയി വെച്ചിട്ടേ ഉള്ളൂ. അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ വാഴയായിട്ടും അതൊക്കെ കുറയ്ക്കാറാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഒക്കെ കൃഷി മഴയൊക്കെ പെയ്ത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ആവുന്നതേ ഉള്ളൂ, ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിനിപ്പോൾ ഈ പാടത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ പണ്ടൊക്കെ ഒരുപാട് ഓണ ടൈമിൽ പൂവൊക്കെ പറിക്കാൻ പോയിരുന്ന ഈ ഒരു പൂവൊക്കെ പറിക്കാനായിട്ട് ഒരുപാട് ഇതുപോലെ പറമ്പിലൊക്കെ പാടത്തും പറമ്പിലൊക്കെ ആയിട്ട് നമ്മൾ ഈ പൂ പറിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പൂവ് കണ്ടപ്പോൾ ഞാൻ ആ ഒരു ഓർമ്മ വന്നപ്പോൾ ഞാനത് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇപ്പോൾ ഞങ്ങൾ പാടത്ത് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഏട്ടനോ റിച്ചൂടിനോ അവിടെ ബാക്കിൽ വരുന്നുണ്ട്. അപ്പം ഞാൻ മുന്നിലൂടെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് കാഴ്ചകളും കൂടി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഭാഗത്ത് ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ അത് രണ്ട് സൈഡും കാടായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ ഒക്കെ വീടുകളുണ്ട് കേട്ടോ. അവിടെയൊക്കെ നിറയെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ നിറയെ വീടുകളുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ നമ്മൾ തന്നെ അധികം കാണിക്കുന്നില്ല, കുറച്ച് ദൂരം തന്നെ പോകുന്നുള്ളൂ. ഇവിടെ അടുത്ത് നമുക്ക് പരിചയമുള്ള ഒരു വീടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴി നമ്മൾ വന്ന വഴിയല്ല, വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വേറൊരു റൂട്ടാണ്. അപ്പോൾ ആ റൂട്ടിൽ ഒരുപാട് നല്ല കാഴ്ചകളുണ്ട് കേട്ടോ. അപ്പോൾ ആ കാഴ്ചകൾ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമുക്ക് പരിചയമുള്ള ആ ഒരു വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ അത്തപ്പൂക്കളവും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു. പിന്നെ അവിടെ കുറച്ച് നേരം നിന്നിട്ട് വീണ്ടും തിരിച്ചു പോരുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.